والكل منه الكل بطنا وظاهرا فبحره سواهما لنا فيه مشرب هو നബി അൽ കുല്ലു എല്ലാം നബിയാണ്. മിൻവാ നബിയിൽ നിന്നാണ് അൽ കുല്ലു എല്ലാം നബിയാണ്, എല്ലാം നബിയിൽ നിന്നാണ്. ബത്നൻ വലാഹിറൻ ഉള്ളും പുറവും. ഉള്ളെന്താന്ന് നമുക്കറിയില്ല, ഉള്ളു നമ്മൾ കണ്ടിട്ടില്ല, ഉള്ളിലേക്ക് നമ്മൾ എത്തൂല്ല. മരിക്കണിന് പറ്റുമെന്ന് വിചാരിക്കും വേണ്ട. അതിപ്പോ നമ്മൾ പറയാം അതിലില്ല രഹസ്യം, അതൊരു പരസ്യത്തെ നീ രഹസ്യം എന്ന് പറയാം. രഹസ്യം ഇതൊന്നുമല്ല. രഹസ്യം എന്നത് അള്ളാഹു ആരിഫീങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന ആ രഹസ്യം. മറ്റൊക്കെ നമ്മൾ പറയുമ്പോൾ ശുക്കൂർ സുന്ദരന അത് വല്ലാത്ത സംഭവമാണ്. ശുക്കൂർ സുന്ദരൻ വല്ലാത്ത സംഭവമാണോ? അല്ല, ഒരു പാട്ടിൻ്റെ സംഭവമാണ്. അതുപോലെയാണ് ഇപ്പം പറഞ്ഞൊക്കെ. ശുക്കൂർ സുന്ദരന അത് വല്ലാത്ത സംഭവമാണ്, ഒരു പാട്ടാണ്. അപ്പോൾ ഒരു വല്ലാത്ത സംഭവമാണോ? കവിക്കതൊരു വല്ലാത്ത സംഭവമാണ്, അത് കേൾക്കുന്ന പെണ്ണുങ്ങൾക്കൊരു വല്ലാത്ത സംഭവമാണ്. അത്രയേ ഉള്ളൂ. അതൊരു സംഭവമാണോ? അല്ല. അങ്ങനെ ഇപ്പം നമ്മൾ ഇപ്പം ഇജിബനോട് പറഞ്ഞു രഹസ്യമുണ്ട്, ഞാൻ കഴിഞ്ഞിട്ട് പറയാം, അത്രയേ ഉള്ളൂ. അത് പരസ്യമാണ്. നെജി രഹസ്യം എന്ന് പറയാണ്. ശുക്കൂർ സുന്ദരന എന്ന് പറയുമ്പോഴത്തെ ഒരു വർത്താനാണത്. രഹസ്യമോ? രഹസ്യം നമുക്കറിയില്ല. രഹസ്യം അള്ളാഹിൻ്റെ ഹബീബുമായി ബന്ധപ്പെട്ടതാണ്. രഹസ്യങ്ങളുടെ രഹസ്യം അത് അള്ളാഹു തുറന്നു കൊടുത്താൽ എൻ്റെ പേര് ആരിഫ് എന്നാണ്. അത് ലേശം തുറന്നു കിട്ടിയാൽ ജാരിഫാവും. മറ്റേ നിനക്ക് ആരിഫ് എന്ന് പേരുണ്ടാവും. ഖത്തറിൽ ഗൾഫിൽ ജോലിയുള്ള ഒരു ആരിഫ് ഉണ്ട്. ഇടക്കിടക്ക് എനിക്ക് അത്തർ എത്തിച്ചേരലുണ്ട്, ഈ അടുത്ത് എത്തിച്ചിട്ടുണ്ട്. അവൻ്റെ പേര് ആരിഫ് എന്നാണ്. അങ്ങനെ കുറേ ആരിഫുകളുണ്ട്. കാസർഗോഡ് നമ്മളൊരു ആരിഫുണ്ട്, അവൻ്റെ പേര് ആരിഫാണ്. അവൻ ആരിഫാണോ? അവൻ ആരിഫല്ല, അവൻ്റെ പേര് ആരിഫാണ് എന്ന് പറഞ്ഞു. പത്തനൻ വല്ലാഹിറൻ ഉള്ളും പുറവും. ഉള്ളെന്താ നമുക്കറിയില്ല. ഉള്ളു തുറന്നു കിട്ടിയാലോ? ഉള്ളു കിട്ടിയെല്ലാം എന്തായി? കഫ്നൂന് കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ ഖദിറായ മുഹമ്മദോട് കരഞ്ഞു വീണ്ടു കൊതിച്ചു ഞാൻ. ഇച്ഛാമസ്ഥാന കവിതയാണ്. കഫ്നൂന് കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ ഖദിറായ മുഹമ്മദോട് കരഞ്ഞു വീണ്ടു കൊതിച്ചു ഞാൻ. കഫ്നൂന് കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ. ഖാദിറായ, നമുക്ക് ഖാദിർ മുഹമ്മദിനെ പറ്റി പറഞ്ഞ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ തന്നെ മുശ്രിക്കാവുന്നതാണ് നമ്മൾ കേട്ട വയറ്. കഫ്നൂനിൽ കദം പിടിച്ചു മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞു വീണ്ടു കൊതിച്ചു ഞാൻ. അപ്പൊ എല്ലാം ഹബീബ നബിയാണ്. അത് ഖാദിർ എന്ന്, അത് മാരിഫത്തിന്റെ വാതിൽ തുറന്നിട്ടുമ്പോഴേ മുഹമ്മദാണ് ഖാദിർ എന്ന് മനസ്സിലാവുക. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ഹബീബ് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നോക്കൂ, والكل منه الكل بطنا وظاهرا فبحر سواهما لنا فيه مشرب فبحر سواه വേറൊരാളുടെ ബഹർ മാലന നമുക്കില്ല. ഫീഹി അതിൽ മഷ്റബുൻ ഒരു കുടിപ്പാനിയോ. വേറെ ആരുണ്ടെങ്കിലും, മൂസാ നബി ആയിക്കോട്ടെ ഇബ്രാഹിം നബി ആയിക്കോട്ടെ, അവിടെ നിന്ന് നമ്മൾക്ക് അവർക്കൊക്കെ ബഹറുണ്ടായിക്കോട്ടെ, അവിടെ നിന്ന് നമ്മൾക്ക് കുടിയില്ല. മനസ്സിലായില്ലേ? അതാണ് ഒറിജിനൽ. ഒരു 10 ഹോട്ടൽ അങ്ങാടിയിലുണ്ട്, നിനക്കൊരു ഹോട്ടൽ വിശ്വാസമുണ്ട്. ആ ഹോട്ടലിലൊക്കെ മുന്നുകൂടെ നടന്നിട്ട് എനിക്ക് വിശ്വാസമല്ല, ഹോട്ടലിൽ കൊണ്ട് പോയി കയറും, അവിടുന്ന് കഴിക്കുള്ളൂ. അവിടെ ഒന്നും കിട്ടിയില്ല, കാരിച്ചായിട്ടാലും എനിക്ക് മറ്റേത്, മറ്റേതോ എനിക്ക് വിശ്വാസമില്ല. ഒന്നും കൂടി നോക്കി. ഇപ്പൊ ബഹറു സിവാഹു, നബി അല്ലാത്ത ഏത് സമുദ്രവും മാലന നമുക്ക് വേണ്ട. ഫീഹി അതിലെ മഷ്റബുൻ ഒരു കുടിപ്പാനീയം നമുക്കതിൽ നിന്ന് വേണ്ട. നമുക്കതിന് ആവശ്യമല്ല. ഇബ്രാഹിം നബി ആണ്, നമുക്കതിന് കുടിക്കേണ്ടേ ഇല്ല. അലൈഹിസ്സലാം എന്ന് പറയില്ലേ, ആ ചെയ്യും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നല്ല ആളല്ലേ? ആണ്. പക്ഷെ നമുക്ക് ഈ ഇബ്രാഹിം നബി കുടിച്ചോടുന്ന കുടിക്കാനുള്ളത്. ഇബ്രാഹിം നബിയും കുടിച്ചൊരുണ്ട്. അതാരാ? അത് ഹബീബ നബിയാണ്. ഇബ്രാഹിം നബിയും കുടിച്ചൊരുണ്ട്. وكلهم من رسول لله ملتمس رفا من البحر أو رشفا من الديم. റഷ്ഫ് എന്ന് പറഞ്ഞാൽ ദിയമറ, ദീമത്തിന്റെ ബഹുവചന. എന്താ ദീമത്ത് എന്നാൽ? ചാറ്റൽ മഴ. ഈ ഇബ്രാഹിം നബി അടക്കമുള്ളവരൊക്കെ ആരാണ്? റഷ്ഫു മിന ദിയമി, റഷ്ഫ് മിന ദിയമി. ഹബീബായ നബിയാകുന്ന തങ്ങളിൽ നിന്ന് ചാറ്റൽ മഴ വർഷിച്ചപ്പോൾ, നബിയുടെ മഹത്വത്തിൻ്റെ ചാറ്റൽ മഴ വർഷിച്ചപ്പോൾ
കോരി കുടിച്ചവരല്ല, ചുണ്ടുകൊണ്ട് ഈമ്പിയവരാണ് എല്ലാ നബിമാരും. പിന്നെന്തിനാ നമ്മൾ അവരെ ബഹർ പോയി നീന്തിന്? ഒക്കുല്ലോഹം അങ്ങനത്തെ ഒരു വരിയില്ലേ? എവിടെ ഉണ്ട്? അയ്യയ്യേ എൻ്റെ മനുഷ്യന്മാരെ, നിങ്ങളോടാണല്ലോ ഞാൻ അത് പറയേണ്ടി വന്നത്. ഇങ്ങനത്തെ ഒരു വരിയില്ലേ? എവിടെ ഉണ്ട്? മൂല്യന്മാരെ, തലയെ കെട്ടിയ മൂല്യന്മാരെ, ആധുനിക കാലത്തെ മൂല്യന്മാരെ, മൂല്യന്മാരെ പറഞ്ഞേരടാ. നിങ്ങൾ എന്താ പറഞ്ഞാൽ കേൾക്കല? ഉറക്കെ പറഞ്ഞോ, തെറ്റിക്കോട്ടടാ. ബുർദയിലുണ്ട്. ബുർദ എന്ന് പറഞ്ഞതൊരു നാടനാ. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല. നിങ്ങൾക്ക് വിശ്വാസമില്ലായിട്ടാണ്, നിങ്ങൾക്ക് ധൈര്യമില്ലാത്തത്. ആണോ? നബിയാക്കുന്ന ബഹറിൽ നിന്ന് കോരിയരാണ് ഒരു ഹർഫ്. ദീമത്തി എന്നാൽ ചാറ്റൽ മഴ, ദിയമ് ചാറ്റൽ മഴകൾ. ഹബീബായ നബിയിൽ നിന്ന് റഹ്മത്തിന്റെ ചാറ്റൽ മഴ പെയ്തപ്പോൾ റഷ്ഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ മസ്സു ബിശഫതൈനി. അങ്ങനെ കുടിക്കാനൊന്നും ഒരിക്കൽ കിട്ടിയില്ല. അപ്പോൾ എന്ത് ചെയ്തു? നബിമാർക്ക് എന്ത് കിട്ടിയിട്ടില്ല? ചിലർക്ക് കോരി കുടിക്കാൻ കിട്ടിയില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? ചുണ്ടോണ്ട് ഈമ്പി. ചിലർക്ക് കോരാൻ കിട്ടി, കൈകൊണ്ട് ഉർഫൻ. ആ ഉർഫ് ഇങ്ങനെ കിട്ടി, കോരാൻ കിട്ടി. ചില നബിമാർക്ക് കോരാനും കിട്ടിയില്ല. അവരെന്ത് ചെയ്തു? ചുണ്ട് നീട്ടി. അപ്പൊ അതിലേക്ക് ചില തുള്ളികൾ വീണു, അത് മതിയാക്കി. അതുകൊണ്ടാണ് അവർക്ക് അനുഭവത്ത് കിട്ടിയത്. അതുകൊണ്ട് അവർക്ക് ബത്തനുള്ളാഹുനും തിരിഞ്ഞത്. അതുകൊണ്ട് അവർക്ക് എല്ലാം കിട്ടിയത്. ഹബീബായ റസൂലുള്ളാ ആകുന്ന റഹ്മത്തിന്റെ ചാറ്റൽ മഴ അവരെ ചുണ്ടിലേക്ക് വന്നപ്പോ അവർ ഈമ്പിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അനുഭവത്ത് കിട്ടി. അതാ ഇത് ഇമാം ബുസൂരി ചൊല്ലി. ഇത് ഈ കാലം വരെയുള്ള കോടാന കോടി സുന്നി ഉലമാക്കളും ചൊല്ലി. അത്രയൊന്നും പറയണ്ടെന്ന് എനിക്കിപ്പോ തോന്നുന്നില്ലേ? അതുകൊണ്ടാണ് ഇത് സുഹാബിയാണ് എന്ന് ഞാൻ പറഞ്ഞു. നമുക്കിതൊക്കെ തോന്നുകയാണ്, ഇപ്പത്തെ മൂല്യന്മാർക്ക് തോന്നുകയാണ്. അങ്ങനെയൊന്നും പറയണ്ട. എടാ, ഇത് തെറ്റാണെങ്കിൽ കോടാനക്കോടി ഉലമാക്കൾ ഇത് ചൊല്ലിയിട്ടുണ്ട്. ജീവിതത്തിൽ കറാത്ത് ചെയ്യാത്ത കണ്യത്തിനെ പോലെയുള്ള റഹ്മഹുല്ലാ മഹാന്മാർ അവരത് തിരുത്തും, അവരത് തെറ്റും നോക്കിക്കൂല. ഹിജ്റ 7-ാം നൂറ്റാണ്ടിലായി കവിതണ്ടാവുന്നു. അന്ന് ഇമാം ബുസൂരി എഴുതിയതാ. ആരാണ് ഇമാം ബുസൂരിയുടെ ഉസ്താദ്? അബുൽ അബ്ബാസ് മുർസിയ. ആരാണ് അബുൽ അബ്ബാസ് അൽ വലിയ തൊയ്യാർ എന്ന ചരിത്രം അറിയപ്പെടുന്ന ആളാണ് അബുൽ അബ്ബാസ് മുർസി റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു. പറയടാ, എന്തിനടാ നോക്കിയിരിക്കണം ഇവിടെ? അവരാരുടെ അബുൽ ഹസൻ ഇർശാദിന്റെ ശിഷ്യനാ. അവരാരാണ് പറയാൻ 100 ദിവസം മതിയാവില്ല. അതാണ് അബുൽ ഹസൻ അശ്ശാദുലി. ആരാണെന്ന് പറയാൻ 100 ദിവസം മതിയാവൂല. അതാണ് അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു. അത്രയും വലിയ ആളാണ് അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു. അത്രയും വലിയ ആളാണ്. അവരെക്കാൾ വലിയ ആളാണ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു. വലിയ ആളുകളാണ്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇമാം ബുസൂരി ആരുടെ ശിഷ്യൻ? അബുൽ അബ്ബാസ് മുർസി തങ്ങളുടെ ശിഷ്യൻ. ബുസൂരി തങ്ങൾ എഴുതിയതാണ്. അപ്പൊ നോക്കൂ, അവിടെ വെച്ചിട്ട് ഇഞ്ഞിട്ട് വായിച്ചു നോക്കാം. നമുക്ക് വേറെ അവിടെ പോയി കുടിക്കണ്ടേ ഇല്ല. കാരണം എന്തിനാ നബിമാരെടുത്ത് പോയി നമുക്ക് കുടിക്കണം? വേറെ എവിടെയും പോയി കുടിക്കണ്ടേ ഇല്ല. നമുക്ക് നേരിട്ട് അല്ലാഹു ഈ ബഹറിനെ സ്വന്തമാക്കി തന്നിരിക്കവേ, പുണ്യ റസൂൽ എന്ന ബഹറിനെ അല്ലാഹു നമുക്ക് സ്വന്തമാക്കി തന്നിരിക്കവേ, വേറെന്തിനാണ് ഇമ്പാൻ പോണേ? ഒന്നുകൂടി നോക്കി, ഒന്നുകൂടി കൂടെ ചൊല്ലണം. നബി അല്ലാത്ത ഒരു സമുദ്രവും മാലനാ നമുക്കില്ല, ഫീഹി ആ സമുദ്രങ്ങളിലൊന്നും മശ്റബു കുടിപാനീയം, അവിടെ നിന്ന് കുടിക്കേണ്ട അവസ്ഥ നമുക്കില്ല. ഫമിൻ നൂരിഹിൽ കൗനാനു മിൻഹു തഫജ്ജറത്
علوم جميع الرسل والكل يشرب فمن نوره ഹബീബായ നബിയിൽ നിന്നാണ് അൽ കൗനാനു രണ്ട് കൗനുകളും കൗനു ദുനിയാ വ കൗനുൽ ആഖിറ. കൗനാനി എന്ന് പറയാം, കൗനാനു എന്ന് പറയാം. ഫമിൻ നൂരിഹിൽ കൗനാനു. നോക്ക് കിതാബിലേക്ക് നോക്ക്. അടുത്ത ആഴ്ച ജാവിയയിലുള്ള ഇതും കൂടി കൊണ്ടുവരണം. കുറെ അട്ടിട്ടിട്ട് കാര്യമല്ല, ആളുകൾക്ക് കൊടുത്തൂടെ. ഫമിൻ നൂരിഹിൽ കൗനാനു, ഹബീബായ നബിയിൽ നിന്നാണ്. അൽ കൗനാൻ, രണ്ട് ലോകങ്ങളും നബിയിൽ നിന്നാണ്. ഐ കൗനു ദുനിയാ വ കൗനുൽ ആഖിറ. ദുനിയാവ് ഉണ്ടായത് ഹബീബായ നബിയിലൂടെയാണ്, ആഖിറം ഉണ്ടായതും ഹബീബായ നബിയിലൂടെയാണ്. എന്തുകൊണ്ട്? നൂറുൽ അവ്വൽ മുഹമ്മദുൻ, അല്ലാഹുവിന്റെ ഹബീബാണ് അതിന്റെ നൂറുൽ അവ്വൽ. എന്നാണ് ഇതൊക്കെ ഉണ്ടായത്. ഫമിൻ നൂരിഹിൽ കൗനാനു. നമ്മൾ വീട്ടിൽ, ഞങ്ങൾ പഴയ തറവാട്ട് വീട്ടിൽ ഒരു വളപ്പിൽ ആദ്യം ഒരു തെങ്ങ് നിന്നിരുന്നു. ആ തെങ്ങിൻ്റെ തേങ്ങ പിന്നെ എടുത്ത് കുത്തിയിട്ട്, തേങ്ങ ഉള്ള നല്ല തേങ്ങയായിരുന്നു, അതെടുത്ത് കുത്തിയിട്ട് പിന്നെ വലിയപ്പാടെ കാലത്ത് അത് മുഴുവനും തെങ്ങും തോട്ടമാക്കി മാറ്റിയത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എന്താ, എന്നിട്ട് പിന്നെ ഇതിനെ ബഹുമാനിക്കും. വലിയപ്പ നല്ല വർത്താനം പറയും. എന്ത് അതിന്നുണ്ടായതാണ് ഇതൊക്കെ. ഒരു ഉദാഹരണം പറയാം, എൻ്റെ കണ്ടൊരു ഉദാഹരണം ആയതുകൊണ്ടാണ്. ആ വളപ്പിൽ ആകെ ഒരു തെങ്ങ ഉണ്ടായിരുന്നു, നല്ല വലിയ തേങ്ങ ഉണ്ടാവും. പിന്നെ ആ തേങ്ങ ഉപയോഗിക്കാൻ വലിയപ്പോൾ സമ്മതിക്കൂല. അതെന്ത് ചെയ്തു, അത് ഉണക്കിയിട്ട് അത് വിത്താക്കും, എന്നിട്ട് കിണറ്റിലിട്ടുക്കും. ആ കാലത്ത് കിണറ്റിലിടായി, കിണറ്റിൽ നിന്ന് മുളച്ചിട്ട് പോക്കും, എന്നിട്ട് പിന്നെ അത് കുത്തും. അങ്ങനെ ആ വളപ്പൊക്കെ. എന്നിട്ട് പിന്നെ ഈ തെങ്ങിനെ വലിയപ്പോൾ ബഹുമാനിക്കും. എന്തുകൊണ്ട്? ഇതിൽ നിന്നുണ്ടായതാണല്ലോ അതൊക്കെ. ആ തേങ്ങയുടെ അത്ര വലിപ്പമുള്ളൊരു തേങ്ങ പിന്നെ മറ്റ് തെങ്ങുകൾക്കൊന്നും ഉണ്ടായതുമില്ല. ഇതാണ് അസില്. മനസ്സിലായില്ലേ? ഈ പ്രപഞ്ചം മുഴുവൻ ഹബീബാ നബിയിൽ നിന്നുണ്ടായതാണ്. അതിന്റെ ഷറഫൊന്നും ഇല്ലേനും. മിന്നു, അതിൽ നിന്നാണ് തഫജ്ജറത്ത് ഉറവയെടുത്തത്. ഉലൂമു ജമീഅർ റുസുലി, എല്ലാ മുർസലീങ്ങളുടെയും വിജ്ഞാനങ്ങൾ, മുർസലീങ്ങളുടെ വിജ്ഞാനം ഹബീബാ നബിയിൽ ഉറവയെടുത്തതാണ്. വൽകുല്ലു, ആ മുർസലുകളെല്ലാം അശ്റബു, ആ ഇൽമാണ് കുടിപാനീയമാക്കി, ആ കുടിപാനീയമാക്കി രുചിച്ചത്. ആ ഹബീബാ നബിയുടെ ഇൽമാണ് അവർ ആസ്വദിച്ചത്, അതാണ് അവർ കുടിച്ചത്. നബി എന്നാണ് അവർ കുടിച്ചത്. എന്തിനാ നമ്മൾ അവരിൽ നിന്ന് കുടിക്കണ്? നമുക്ക് നേരെ അള്ളാഹു ആരെ തന്നു? അൽഹംദുലില്ലാ എന്ന് പറയാം മനുഷ്യ. അൽഹംദുലില്ലാ, നബിമാർ കുടിച്ചതിനെ നമ്മക്കല്ലാഹു ഡയറക്റ്റാക്കി തന്നു. അത് നമ്മളെ മുതലാണ്. മുഹമ്മദ് മുസ്തഫ മഹ്ശർ ചെയ്യുമ്പോഴേ നമുക്ക് ആലോചിക്കുള്ളൂ. അല്ലാ, മഹ്ശറിൽ നിന്ന് മനുഷ്യന്മാർ വിരൽ കടിക്കുന്ന, കൈ കടിക്കുന്ന ഒരു ആയത്തുണ്ടല്ലോ ഫുർഖാനിൽ. ആർക്കും ഓതാൻ കഴിയുക? ഫുർഖാനിൽ ഒരു ആയത്തുണ്ട്, നബിയെ പറ്റി പറഞ്ഞിട്ട് നബിയെ പിന്തുടരാത്തതിൻ്റെ പേരിൽ കൈ കടിക്കും. ഒരായത്തുണ്ട്, ഫുർഖാനിലാണ് ആയത്ത്. يوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا. എത്ര നമ്പറാണ് ആയത്ത്? നോക്കി. يوم يعض الظالم على يديه. നോക്ക്. ഫുർഖാനിലാണ് ആയത്ത്. يقول يا ليتني اتخذت مع الرسول سبيلا. الرسول محمد وكبر صلى الله عليه وسلم. ويوم يعض الظالم على يديه. ഉസ്താദേ, ഫുർഖാൻ തന്നെയല്ലേ? എത്ര? ഫുർഖാൻ 27. വയൗമ യഅളുന, അതോ വയൗമ വാവില്ലേ? വയൗമ യഅളു. ويوم يعض الظالم على يديه يقول, ويقول لله باب لله. ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا. ويوم يعض, ആ ദിവസം കടിക്കും അല്ലാലിമു, ഏതക്രമിയും, ഏതാക്രമി? അല്ലാഹുവിന്റെ ഹബീബിനെ നിരാകരിച്ചവൻ ഒക്കെ അക്രമിയാ. യഖൂലു, പറഞ്ഞുകൊണ്ട് കൈ കടിക്കും. വിരലുമല്ല, അലാ യദൈഹി, രണ്ട് കൈയും കടിക്കും. യഖൂലു, പറഞ്ഞുകൊണ്ട് കടിക്കും. എന്ത് പറയും? യാ ലൈതനി ഇത്തഖൽതു മഅ റസൂലി സബീലാ. എനിക്ക് റസൂലിന്റെ കൂടെ തന്നെ കൂടെയാ മതിയായിരുന്നു. അല്ലാഹ്, അത് പറയുന്നതിനെ തൊട്ട് ഞങ്ങൾ നീ കാത്തിരക്ഷിക്കണമേ റബ്ബേ.
ആ റസൂലുള്ളാഹിനെ ദുനിയാവിൽ തിരഞ്ഞെടുത്ത് റസൂലുള്ളാഹിൽ ഫനാ ആകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണമേ റബ്ബേ. അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണമേ റബ്ബേ. റസൂലുള്ളാഹിൽ ഫനാ ആകാൻ തൗഫീഖ് തരണമേ റബ്ബേ. റസൂലുള്ളാഹിൽ ഫനാ ആകാൻ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. അതാ വാക്ക് അവിടെ പറഞ്ഞ് കൈ കടിച്ച് പറയുന്ന അവസ്ഥ നിന്റെ മേലുണ്ട് ഞങ്ങളെ മക്കളെയും ഞങ്ങളെയും മനുഷ്യന്മാരെയും ഞങ്ങളെ ക്ലാസ്സിൽ പങ്കെടുത്ത സകല മുസ്ലിമാത്തിനെയും ഈ അവസ്ഥയെ തൊട്ട് കാത്തിരക്ഷിക്കണമേ റബ്ബേ. എന്താ ആയത്തെയോ يقول يا ليتني اتخذت مع الرسول سبيلا. ഇവിടെ ളാലിം എന്ന് പറഞ്ഞു. ആരാ ളാലിം? അവിടെ ളാലിം ആരാ? കള്ളുടിച്ചു കള്ള് ഷാപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകളെ കണ്ട ഒരാൾ ളാലിം എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം വ്യഭിചരിച്ചവനല്ലല്ലോ, കള്ളുടിച്ചവനല്ലേ. ഇവിടെ അക്രമി ആരാ? അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുന്നതിന് ഒഴിവാക്കിയവൻ. അവനൊക്കെ ആരാണ്? മഹ്ശറിലെ ളാലിമാണ്, അക്രമിയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു ഒരു പക്ഷേ റസൂലുള്ളാഹിനെ പിൻപറ്റിയ മനുഷ്യൻ ഒരു അക്രമത്തിലും ഒരു അബദ്ധത്തിൽ കള്ളുടിക്കുകയോ വിചരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു മാത്രം കൊണ്ട് അള്ളാഹു ആ ദിവസം പുറത്തു കൊടുത്തേക്കാം. അതേ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ ഒഴിവാക്കിയ മനുഷ്യനെ ഒരിക്കലും അള്ളാഹു തല പൊറുക്കൂല. അവൻ കുഫറിലും ശിർക്കിലും അകപ്പെടും. അള്ളാഹു തല കാത്തിരക്ഷിക്കട്ടെ. ായത്തിലേക്ക് നോക്ക്. നബിയുടെ പ്രകാശത്തിൽ നിന്നാണ് അൽ കൗനാൻ രണ്ട് പ്രപഞ്ചവും ഉണ്ടായത്. മിൻഹു നബിയിൽ നിന്നാണ് തഫജ്ജറത്ത് ഉറവയെടുത്തിട്ടുള്ളത്. ഉലൂമു ജമീഇ റുസുലി എല്ലാ മുർസലീങ്ങളുടെയും വിജ്ഞാനങ്ങളെല്ലാം. മുർസലീങ്ങളുടെ വിജ്ഞാനം തന്നെ നബിയിൽ നിന്നാണ് ഉറവയെടുത്തെങ്കിൽ പിന്നെ അമ്പിയാക്കളെ പറ്റി പറയേണ്ടതില്ലല്ലോ. വൽകുല്ലു അവരെല്ലാം യശ്റബൂൻ നബിയിൽ നിന്നാണ് കുടിക്കുന്നത്. ഐ കുല്ലുഹും യശ്റബൂന മിൻ മശ്റബി മുഹമ്മദ് എന്നർത്ഥം. ഐ അൽ കുല്ലു യശ്റബൂന മിൻ മശ്റബി മുഹമ്മദ് എന്നർത്ഥം. പിന്നെ ഫമൂസാ വ ഇബ്രാഹീം വറൂഹു കുല്ലുഹും തവസ്സല ബിൽ ഹാദിൽ അമീനി ഫഖുരിബു ഹുവൽ കാമിലുൽ മഹ്മൂദ് വസ്സുലു വൽ മുനാ വഅൻതൽ ഹബീബുൽ മുസ്തഫാ വൽ മുഖറബു. നോക്കിക്കളി, നല്ല നോക്കി ഒരു വാദിയാണ് അതൊക്കെ. എന്നിരിക്കുമ്പോൾ മൂസാ നബിയും ഇബ്രാഹിം നബിയും റൂഹുൽ അമീനായ സയ്യിദുനാ ഈസാ തങ്ങളും കുല്ലും എല്ലാവരും തവസ്സുൽ ചെയ്തിട്ടുണ്ട് ഹബീബിനെ കൊണ്ട്, അൽ അമീനായ അവരെ കൊണ്ട്. ഫഖുലിബു അതുകൊണ്ടാണടാ അവരെ എല്ലാം അല്ലാഹുവിന്റെ മുഖറബാക്കപ്പെട്ടത്. സുബ്ഹാനല്ലാഹ്. പിന്നെന്തിനാ സംശയിക്കണം? കുറച്ച് വിഡ്ഢികൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ അമൽ സ്വാലി കൊണ്ട് തവസ്സിലാക്കുള്ളൂ, ഞങ്ങൾ വ്യക്തിയെ കൊണ്ട് തവസ്സിലാക്കൂല. ഞാൻ നടന്നോ? ലോകം കണ്ട മഹത്തുക്കളെ ചിലരൊക്കെ ഇബ്രാഹിം ഉറക്കെ ചെല്ലി എന്താ നോക്കിയിരിക്കണേ? ഇബ്രാഹിം എന്നിരിക്കവേ മൂസാ നബിയും ഇബ്രാഹിം നബിയും റൂഹുൽ അമീനായ ഈസാ നബി കുല്ലുഹും അവരെല്ലാം തവസ്സുൽ ചെയ്തിട്ടുണ്ട് ബിൽ ഹാദി വഴികാട്ടിയായ, എല്ലാവർക്കും വഴികാട്ടിയായ പുണ്യ റസൂലിനെ കൊണ്ട്. അൽ അമീനി ലോകം മുഴുവൻ വിശ്വസ്തനായ പുണ്യ റസൂലിനെ കൊണ്ട്. ശത്രുവിന് പോലും അൽ അമീനാണ് ഹബീബ്, ശത്രുവിന് പോലും അൽ അമീനാണ്. അതുകൊണ്ടാണ് അവരെ അടുപ്പിക്കപ്പെട്ടത്. ആരിലേക്ക്? അല്ലാഹുവിലേക്ക് ഈ അമ്പിയാക്കളെ അടുപ്പിക്കപ്പെട്ടത് ഹബീബിനെ കൊണ്ട് തവസ്സുലാക്കിയിട്ടാണ്. ആരടുപ്പിക്കപ്പെട്ടത്? ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി അടക്കമുള്ളവരെ. പിന്നെ പിന്നെ എന്താണ് അല്ലാഹു തആല മുസ്തഫ നബിയെ കൊണ്ട് തവസ്സുലാക്കി. അള്ളാഹിന്റെ ഹബീബിനെ കൂടെ പറയാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹിന്റെ ഹബീബിനോട് പറഞ്ഞോളി, അതിന്റെ അപ്പുറത്തേക്ക് പോകണ്ട. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا حبيب الله خذ بيدي قلت حيلتي أدركني يا رسول الله. فموسى وإبراهيم والروح كلهم توسل بالعادل أميني فقلبوا. മൂസ എന്നിരിക്കുമ്പോൾ മൂസാ നബിയും ഇബ്രാഹിം റൂഹുൽ അമീൻ കുല്ലും ആ നബിമാരെല്ലാം. ഇതാണല്ലോ ഏറ്റവും വലിയ മേലുള്ളവർ. ബാക്കിയുള്ളവരൊക്കെ അതിന് താഴെയല്ലേ?
അവരെന്നെ. അപ്പൊ ഞാൻ അമ്പിയാക്കളെ പറ്റി പറയണ്ട, മുർസലീങ്ങളെ നേതാക്കന്മാരാണ് ഇവര്. അവരെല്ലാം നൂഹ് നബിയോ നൂഹിന്റെ അടിയിലാണ്. കവിതയുടെ പ്രാസത്തിനൊപ്പിച്ചതാണ് 3 പേര്. നബി പറയണ്ട, ഉലുൽ അസ്മിൽ താഴെയുള്ള ആള്, മേലുള്ള ആള് മുഹമ്മദ് മുസ്തഫയും താഴെയുള്ള ആള് നൂഹ് നബിയുമാണ്. കാറ്റഗറി ഇങ്ങനെയാണ്: അൽ അവ്വലു അൽ അഫ്ളലു സയ്യിദുനാ മുഹമ്മദും വഹുവ അഫ്ളലുൽ കുല്ലി, സുമ്മ ഇബ്രാഹിമു, സുമ്മ മൂസ, സുമ്മ ഈസ. മനസ്സിലായി? റസൂലുൽ മുസ്തഫ മുഹമ്മദുൻ വഹുവ അഫ്ളലുൽ കുല്ലി, ഫഇബ്രാഹിമു ഫമൂസ ഫഈസ ഫനൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. പിന്നെ ഫമൂസ വഇബ്രാഹിമു വറൂഹു കുല്ലുഹും തവസ്സല, തവസ്സുൽ ചെയ്തിട്ടുണ്ട് ബിൽഹാദി, അവർക്കും വഴികാട്ടിയായ പുണ്യ റസൂലിനെ കൊണ്ട്. അൽ അമീൻ, എല്ലാവർക്കും അമീനായ ഹബീബ നബിയെ കൊണ്ട്. ഫഖുർരിബു ഫഖുർരിബു, അതുകൊണ്ടാണ് അവർ അടുപ്പിക്കപ്പെട്ടത്. ആരിലേക്ക്? പറയാ, അല്ലാഹുവിലേക്ക്. അല്ലാഹുവിലേക്ക്, അല്ലാഹുവിലേക്ക്, പുണ്യ റസൂലിലേക്ക്. അല്ലാഹുവിലേക്ക് അടുപ്പിക്കപ്പെട്ട നബിയിലൂടെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ റസൂലിലേക്ക് അടുപ്പിക്കപ്പെട്ടത്, പുണ്യ റസൂലിലേക്ക് അടുപ്പിക്കപ്പെട്ടത്. ഇതുപോലത്തെ ഒരു വരി ഉണ്ടായിരുന്നു. ഇന്ന് എൻ്റെ രാവിലെ എൻ്റെ മനസ്സിൽ വരുന്നില്ല. ഇതുപോലത്തെ ഒരു വരി ഉണ്ട് കഴിഞ്ഞതിൽ. 4 ഹബീബിലൂടെയാണ് എല്ലാവരും അള്ളാഹുവിലേക്ക് അടുപ്പിക്കപ്പെട്ടത്. പിന്നെ ഓർമ്മ വരികയാണെങ്കിൽ പറഞ്ഞുതരാം. والكامل والكامل المحمود والسؤل والمنى وأنت الحبيب المصطفى والمقرب. والكامل الكامل حبيب نبيان، الكامل حبيب نبيان. ناقص حبيبنا ഇല്ലെന്ന് കമാലിയത്തേ ഉള്ളൂ. അൽ കാമിൽ എന്ന പേരിൽ ഞാൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അള്ളാഹിന്റെ തൗഫീഖിനാൽ ആവശ്യക്കാർ സൗകര്യമുള്ള ആ പുസ്തകം എടുത്ത് വായിച്ചു നോക്കണം. ഒന്നുമില്ല. റസൂലുള്ളാഹിന്റെ ഉമ്മയും പാപ്പ നേരത്തെ മരിച്ചു. റസൂലുള്ളാഹിന്റെ കമാലിയത്താണ്. എല്ലാം മണിയായാലും വിശദീകരിച്ചു. റസൂലുള്ളാഹിന്റെ ഉമ്മ 6-ാം വയസ്സിൽ മരിച്ചു. അത് റസൂലുള്ളാഹിന്റെ കമാലിയത്താണ്. റസൂലുള്ളാഹി യതീമായി, റസൂലുള്ളാഹിന്റെ കമാലിയത്താണ്. നുക്സാനില്ല. റസൂലുള്ളാഹിക്ക് അങ്ങനെ പാപ്പ ജീവിക്കാൻ പാടില്ല. നമുക്ക് പാവയെന്ന് പറയും. പാവയെന്ന് പറയേണ്ടേ അല്ല. പാവയെ നബിന്റെ പാപ്പ നേരത്തെ മരിച്ചല്ലോ, മരിക്കാനേ പറ്റൂ. മനസ്സിലാകൊണ്ട് പറഞ്ഞത്. കനീസയുടെ മുന്നിൽ പോയി പിന്നെ തമ്പടിച്ചു. കനീസയുടെ മുന്നിൽ പോയി തമ്പടിച്ചു അബൂ ത്വാലിബ് അടക്കമുള്ളവർ. അപ്പോൾ കനീസയിൽ നിന്ന് ആളുകൾ വിരുന്നിന് വിളിച്ചു. വിരുന്നിന് ചെന്നപ്പോൾ കുട്ടി ചെന്നില്ല. കുട്ടി എന്ത് ചെയ്തു? ഒട്ടാക്കട്ടിനടുത്ത് കിടന്നു. പിന്നെ ചർച്ചിലെ പ്രധാന മഠാധിപതി ബഹീറ, വലിയ ആളാണ്, അയാൾ പറഞ്ഞു ഒരാൾ ബാക്കിയുണ്ട്. അപ്പോൾ പറഞ്ഞു എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു അല്ല, ഒരാൾ ബാക്കിയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഒരു കുട്ടിയാണ്, ആ കുട്ടി വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ആ കുട്ടിക്ക് വേണ്ടിയാണ് വിരുന്നുണ്ടാക്കിയത്. ആ കുട്ടിക്ക് മേഘം തണൽ വിരിക്കുന്നത് ഞാൻ കണ്ടു. മനസ്സിലായില്ലേ? ചിന്തിക്കുക. അപ്പോൾ ചോദിച്ചു ഈ സംഘത്തോട്, ഈ കുട്ടിയുടെ ബാപ്പാരാ? ഫക്കാല. അപ്പൊ അബൂ ത്വാലിബ് പറഞ്ഞു ഞാനാണ്. ഫക്ക ഇല്ല, നിങ്ങൾ വാപ്പല്ല. എന്തേ? ഈ കുട്ടിക്ക് ഇപ്പൊ വാപ്പണ്ടാവാൻ പാടില്ല. അപ്പൊ പറഞ്ഞു ഇതിന്റെ ഏട്ടന്റെ മകനാണ്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ, വാപ്പല്ല. മനസ്സിലാതെ പറഞ്ഞത്. ഇത് ഈ കുട്ടിക്ക് വാപ്പല്ലാതിരിക്കൽ നിർബന്ധമാണ്. 6-ാം വയസ്സിൽ മരിക്കൽ നിർബന്ധമാണ്. വല്യപ്പ8-ാം വയസ്സിൽ മരിക്കൽ നിർബന്ധമാണ്. പിന്നെ ഏൽപ്പിക്കപ്പെട്ട അബൂ ത്വാലിബ് ദരിദ്രന് നിർബന്ധമാണ്. അപ്പൊ കുട്ടി ആട് മേക്കേണ്ടി വന്നു. ഓമന മുഹമ്മദിനെ ഓത്തിനയച്ചില്ല. ഓത്തിനയക്കാതിരിക്കൽ നിർബന്ധമാണ്. നമ്മളെ കുട്ടികളെ ഓത്തിനയക്കൽ നിർബന്ധമാണ്. മുഹമ്മദ് മുസ്തഫാനെ ഓത്തിനയക്കാതിരിക്കൽ നിർബന്ധമാണ്. എന്തുകൊണ്ട്? മനുഷ്യന് പഠിപ്പിക്കാനുള്ള ഒന്നും മുസ്തഫ പഠിപ്പിക്കില്ല. നമ്മളത് ഖേദത്തിലാ ചൊല്ലിയത്. ഒമന മുഹമ്മദിനെ ഓത്തിനയച്ചില്ല. ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവ ഒക്കെ വാജിബാണോ? മനസ്സിലായില്ലേ? നസുള്ള പട്ടിണി നടന്നു. പട്ടിണി നിർബന്ധമാണ്. 2 മാസം ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല, അത് നിർബന്ധമാണ്. പാവെന്ന് പറയേണ്ട ഒന്നും നബിക്കില്ല. പാവൻ നബിക്ക് എനിക്ക് 3 നേരം ഉരുട്ടി തിന്ന അജ്ജ് വലിയ മുതലാളി. നബിക്ക് തിന്നാനുമില്ല. അയ്യേ, ഇജ്ജ് തിന്നാണ്ടായതുകൊണ്ട് നാശായതും, നബി തിന്നാലായതുകൊണ്ട് നന്നായതുകൊണ്ട്. നബി തിന്നിട്ടില്ല എന്നെ തൊട്ട വരിയണ്ട. ഒരു വരി ഉണ്ടല്ലോ ബുർദയില്, നബി തിന്നിട്ട് നബി
وشد من سغب أشاءه وطوى تحت الحجارة كشحا مترف الأدم. അലോലമായ ചർമ്മങ്ങൾ പരിക്കമുള്ള കല്ലുകൾക്ക് അടിയിൽ വെച്ചല്ലേ ജീവിച്ചത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അതിന്റെ അടുത്ത വരി? وراودته الجبال الشم من ذهبي عن نفسه فأراها أيما شمامي. وراودته الجبال പർവ്വതങ്ങൾ സ്വർണത്താൽ ഉയർന്ന പർവ്വതങ്ങൾ, ഉയർന്ന സ്വർണമലകൾ കെഞ്ചി പിന്നാലെ കൂടിയപ്പോഴും അഖിലേഷൻ ഞങ്ങളെ എടുത്തൂടെ എന്നല്ല, റാവത കൊലബ എന്ന വാക്കല്ല അവിടെ ബുർദക്കാരൻ ഉപയോഗിച്ച് റാവത എന്ന് പറഞ്ഞാൽ കെഞ്ചി കെഞ്ചി പിന്നാലെ വരികയാണ്. റാവത എന്ന പദമാണ് ഖുർആൻ ഉപയോഗിച്ചത്. റാവത കെഞ്ചി കെഞ്ചി, ഒരു വട്ടെങ്കിലും എന്റെ കൂടെ നിന്ന് ശയിച്ചൂടെ യൂസുഫെ, കെഞ്ചി കെഞ്ചി പിന്നാലെ കൂടുക. ഇവിടെ നോക്ക, നബി പട്ടിണി ഇറക്ക, തിന്നല്ലാത്തോണ്ടാ? നബി തിന്നല്ലാത്തോണ്ടാണോ പട്ടിണി ഇറന്നത്? എന്ത് തിന്നല്ലാക്കല്? ഉയർന്ന സ്വർണ്ണമലകൾ കെഞ്ചി കെഞ്ചി പിന്നാലെ കൂടിയിട്ടും എന്റെ തിന്നാലാതിരിക്കുന്ന നബി കൃപണാണ്. കമാലിയത്തിന് നബിക്കുള്ളൂ, നൊക്സാനില്ല, ഒന്നുമില്ല, ഒന്നും റസൂലാക്കില്ല. മരണം ഖൈറാണ്, ഹയാത്തി ഖൈറുല്ലക്കും മമാത്തി ഖൈറുല്ലക്കും. ഹബീബ് കാമിലാണ്. കാമിൽ എന്നൊരു പുസ്തകമുണ്ട്, നിറവ്, തിരുദൂതർ നിറവ് എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം മുഴുവനും വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാം ഇൻഷാ അല്ലാഹ് റബ്ബിൻ്റെ സഹായത്താൽ അത്യാവശ്യമായ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെല്ലാം നിറവ് എന്ന പുസ്തകം വിശദീകരിച്ചിട്ടുണ്ട്. ആയിഷ ബീവിയുടെ വിവാഹപ്രായം ചരിത്രം മനസ്സിലാക്കിയ കൃത്യമായ അബദ്ധം വിശദീകരിച്ചിട്ടുണ്ട്. 100% അബദ്ധമായിരുന്നു. 9-ാം വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ കെട്ടിയതെന്ന് 100% അബദ്ധമായ വായനയാണെന്ന് പുസ്തകം വിശദീകരിച്ചിട്ടുണ്ട്. ഹുവൽ കാമിലുൽ മഹ്മൂദു والسؤل والمنى وأنت الحبيب المصطفى المقرب هو الكواب الرسول الكامل النروان المحمود ഏറെ പ്രശംസിക്കപ്പെട്ട ആളാണ്. വസൂലു അപേക്ഷയാണ്, വൽമുന കൊടിയാണ്, വഅൻതൽ ഹബീബു അല്ലാഹുവിന്റെ ഹബീബാണ്, അൽ മുസ്തഫ മുസ്തഫയാണ്, വൽ മുഖറബു ആരെക്കാളും മുഖറബുമാണ്. മറ്റുള്ളവർ അങ്ങയെ കൊണ്ടാണ് മുഖറബായതെങ്കിൽ അങ്ങല്ലേ അഖറബ്. ഹുവൽ കാമിൽ, അങ്ങ് ഹബീബ് നിറവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞു, അവസാനിപ്പിക്കണം, 1 മിനിറ്റ്. മഹ്മൂദാണ് പുണ്യ റസൂൽ. ഏറെ പ്രശംസിക്കപ്പെട്ട ആളാണ് പുണ്യ റസൂൽ. എവിടെ നിന്നും പ്രശംസ മാത്രമുള്ള ആളാണ് പുണ്യ റസൂൽ. ബുദ്ധി നേരെ നിൽക്കുന്ന ഒരാൾ നബിയെ വിമർശിക്കും. ബുദ്ധി നേരെ നിൽക്കുന്ന ഒരാൾ നബിയെ വിമർശിക്കൂല. ഒരാളുടെ ബുദ്ധി അളക്കാനുള്ള ഉപകരണമാണ് അയാൾ നബിയെക്കുറിച്ച് എന്താ മനസ്സിലാക്കുന്നത്. അതൊരു സ്കെയിലാണ്. അള്ളാഹുവിൻ്റെ ഹബീബിനെ പറ്റി ഒരു നിസ്സാരം അബദ്ധം മനസ്സിലാക്കിയാൽ അവൻ ആരാകൂല. മനസ്സിലായില്ലേ? അവൻ്റെ ബുദ്ധി നേരെയല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മൾ അളക്കുന്നുണ്ട്, അവിടെ ഒക്കെ അളക്കുന്നുണ്ട്. ഹബീബായ നമ്മുടെ സ്കെയില്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. കുട്ടികൾ വെറുതെ ഇരിക്കരുത്, അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ നോട്ട് കൊണ്ടുവരണം. എന്നിട്ട് ഇതെല്ലാം നോട്ടിൽ ഞാൻ പറയുന്ന ആയത്തും ഹദീസും അങ്ങനെ തന്നെ എഴുതിയേക്കണം. പിന്നീട് കിട്ടാത്തത് എന്നോടൊന്ന് ചോദിച്ചാൽ മതി. ഇതൊക്കെ ഇത് മറക്കും. പിന്നെ നിങ്ങൾ മറന്നു പോകും, ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ അതെല്ലാം എഴുതി വെക്കണം, കൃത്യമായി എഴുതി വെക്കണം. ഏറെ പ്രശംസിക്കപ്പെടും. എല്ലാ ജിഹാത്തിനും പ്രശംസിക്കപ്പെടുന്നവൻ പുണ്യ റസൂൽ. മിൻ മൗലാഹു വമിൻ സാഇരിൽ ഖൽഖ്, അള്ളാഹിനും പ്രശംസിക്കപ്പെട്ടവൻ, എല്ലാവരും പ്രശംസിക്കപ്പെട്ടവൻ പുണ്യ റസൂൽ. അതുകൊണ്ട് മുഹമ്മദ് എന്ന പേരിൽ ഒരു മലക്കില്ല. മുഹമ്മദ് എന്ന പേരിൽ ഒരു മലക്കില്ല. ഇബ്രാഹിം എന്ന പേരിൽ മലക്കുണ്ട്, ഇസ്മായിൽ എന്ന പേരിൽ മലക്കുണ്ട്, മുഹമ്മദ് എന്ന മലക്കില്ല. എന്തുകൊണ്ട്? കമാലിയത്തില്ല. ഇസ്മായിൽ എന്ന പേരിൽ മലക്കുണ്ട്, അങ്ങനെയൊക്കെ മലക്കുണ്ട്. സിഹാത്ത് എന്ന പേരിൽ മലക്കുണ്ട്, മുഹമ്മദ് എന്ന പേരിലില്ല. നമ്മളാ പേര് കൊടുക്കുന്നത് തബറുക്കൻ ഇസ്മിന്റെ ബിൽ മുസ്തഫ. ഒരു വീട്ടിൽ ഒരു മുഹമ്മദ് എന്ന കുട്ടി ഉണ്ടാവണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ എനിക്ക് 3 ആൺകുട്ടികൾ, 2 കുട്ടികൾക്ക് മുഹമ്മദ് എന്ന പേര്, ഒരു കുട്ടിക്ക് അഹമ്മദ് എന്ന പേര്. മുഹമ്മദ് അതിൻ്റെ അപ്പുറത്തേക്ക് പോയത് കുട്ടികൾ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും പേരിട്ടോളി. കാരണം അത് അള്ളാഹുവിന്റെ ഹബീബിലാണ് നമ്മളെ ലയനം. നമ്മൾ അള്ളാഹുവിന്റെ ഹബീബിൽ ലയിച്ചിട്ടുണ്ട്.
ഹുവൽ കാമിലുൽ മഹ്മൂദ്, ഏറെ പ്രശംസിക്കപ്പെടാൻ മിൻ ജമീഇൽ ജിഹാത്തി, എവിടുന്നും പ്രശംസിക്കപ്പെട്ടവനാണ് മുഹമ്മദ് മുസ്തഫ. ഹുവൽ കാമിലുൽ മഹ്മൂദ് വസ്സുഅലു വൽ മുനാ വഅൻതൽ ഹബീബുൽ മുസ്തഫ വൽ മുഖറബു വൽ ഉസൂലു. അങ്ങാണ് അപേക്ഷ. അങ്ങോട്ട് മുഖത്തേക്ക് എന്താണ് പറഞ്ഞറിയോ? ഒരു സ്ഥലം പറഞ്ഞ് പരിചയപ്പെടുത്തി തരാം. എല്ലാ നബിമാരും കുഴങ്ങും. ജനങ്ങൾ വന്നിട്ട് അമ്പിയാക്കളോട് പറയും ഞങ്ങളെ രക്ഷപ്പെടുത്തി. അമ്പിയാക്കൾ കുഴങ്ങും. അപ്പോൾ നബിമാരടക്കം എല്ലാവരും ആരടുത്ത് വരും? അള്ളാന്റെ ഹബീബിന്റെ അടുത്ത് വരും. എല്ലാ നബിമാരോടും ജനങ്ങൾ പറയുമ്പോൾ പറയും അനല 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 അനല. പറ്റൂല. ഇബ്രാഹിം നബി പറയും, മുസാ നബി പറയും, ഈസാ നബി പറയും, നൂഹ് നബി പറയും, എല്ലാവരും പറയും അനല, പറ്റൂല, പറ്റൂല. അള്ളാന്റെ ഹബീബിന്റെ അടുത്തേക്ക് നൂഹ് നബി അടക്കമുള്ള ആളുകൾ വരുമ്പോൾ അള്ളാന്റെ ഹബീബ് പറയും അനലഹ അനല, അപേക്ഷിക്കേണ്ട ആള് ഞാൻ തന്നെയാണ്. അനലഹ, ആന 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 മഅ്ദൂനുൻ ലിശ്ശഫാഅ എന്നർത്ഥം. ലിശ്ശഫാഅ അനലഹ അനലഹ. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായില്ല? എല്ലാവരും അനല 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 എന്ന്. റസൂൽ എന്ത് പറയും? അനലഹ, ഷഫാഅത്തിന് പറ്റും ഞാൻ തന്നെയാണ്. അതാണ് വസ്സുഉലു, അപേക്ഷ അങ്ങാണ്. അങ്ങയോട് പറഞ്ഞ കാര്യമുള്ളൂ. ആരും ഒരു വലിയ ആയാൽ വലിയനോടൊരു കാര്യം അപേക്ഷിക്കാം. പക്ഷെ വലിയ ഒറ്റക്ക് മഷ്റബാവൂല. മുഹദ്ദിസ് ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിൽ ഞാൻ പലവട്ടം പോയിട്ടുണ്ട്. ആ മഖ്ബറന്റെ നേരെ 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 മുന്നിൽ ഒരു ഉമ്മരപ്പടി ഉണ്ട്. അയാൾ കയറുമ്പോൾ ചെറിയ ഉമ്മരപ്പടിയാണ്. ആ ഉമ്മരപ്പടിമേൽ ഇങ്ങനെ ഒരു ബ്രൗൺ കളറിലുള്ള ഒരു ഉമ്മരപ്പടിയാണ്. അതിൽ വെള്ളിയുടെ കളറിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതിയെന്നറിയോ? വഅബ്ദുൽ ഖാദിറിൽ മശ്ഹൂർ ഇസ്മി, വഅബ്ദുൽ ഖാദിറുൽ മശ്ഹൂർ ഇസ്മി, വഅബ്ദുൽ ഖാദിറുൽ മശ്ഹൂർ ഇസ്മി. وعبد القادر المشهور وجدي محمد عين الكمال. سبحان الله. وجدي محمد بدر الكمال. جدي محمد, എൻ്റെ പേര് അബ്ദുൽ ഖാദറാണ്, പക്ഷേ എൻ്റെ വല്ലിപ്പ മുഹമ്മദാണ്. ബദറുൽ കമാലി, അത് പൂർണ്ണതയുടെ പൂർണ്ണചന്ദ്രനാണ്. ആ ആളെ കൊണ്ടാണ് ഞാൻ ഇവിടെ കിടക്കണത്. ഞാനൊന്നല്ല, ഞാൻ പുൽക്കടിയല്ല. ഇതല്ലേ എൻ്റെ അർത്ഥം? ജിന്നെ കണ്ടു പോണ്ട, ജിന്റെ വല്യപ്പനെ കണ്ടു. ഞാൻ ഒന്നല്ല. ചെറിയ ഒരു മരപ്പടി, ഒരു മുകൾ മരപ്പടി, ചെറുതാ, വീതി കുറവാ, ഒരു ബ്രൗൺ കളറാ. ഞാൻ എൻ്റെ കണ്ണിൽ ഇപ്പോഴും കാണുന്നുണ്ട്. എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു വാക്കാണ് ആ മഖ്ബറയിൽ. ഞാൻ അവരെ കൊണ്ട് അവർക്കൊന്നും എടുക്കാറില്ല. ഞാൻ അഹമ്മദ് ജാത്തങ്ങളാളാണ്, എനിക്ക് എൻ്റെ ഷെയ്ഖ് കാമില. എന്നാൽ അവർക്കൊരു ഫാത്തിഹ ഓതാൻ വേണ്ടി ബഗ്ദാദിൽ പോകുമ്പോൾ പോകാറുണ്ട്. ഖാദിരികൾ ചിലപ്പോൾ കൂടെ ഉണ്ടാവും. അവർക്കൊരു സൗകര്യം എന്ന നിലക്കും അവർക്കൊരു ഫാത്തിഹ ഓതും. പക്ഷെ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച മര്യാദ വഅബ്ദുൽ ഖാദിറിൽ മശ്ഹൂർ ഇസ്മി വജദി മുഹമ്മദുൻ ബദറുൽ കമാലി. അബ്ദുൽ ഖാദിർ അൽ മശ്ഹൂർ ഇസ്മി, പ്രസിദ്ധമായ എൻ്റെ പേര് അബ്ദുൽ ഖാദിർ എന്നാണെങ്കിലും മുഹമ്മദുൻ, എൻ്റെ വല്ലിപ്പ മുഹമ്മദ് എന്ന ആളാണ്. എൻ്റെ പേര് അബ്ദുൽ ഖാദിറ, പക്ഷെ നിലനിൽക്കുന്ന പേര് മുഹമ്മദാ. ആളാരാ? അബ്ദുൽ ഖാദിറിന് ഒന്നും കഴിയൂല. പക്ഷെ എൻ്റെ വല്ലിപ്പ ആരാണ്? എൻ്റെ വല്ലിപ്പ മുഹമ്മദാ. എൻ്റെ ഒരു ചങ്ങായിക്ക് കല്യാണം ഉറപ്പിച്ചാൽ പിന്നെ ഓൻ്റെ ബാപ്പയും ഓനും തമ്മിൽ തെറ്റി. കല്യാണം ഉറപ്പിച്ചിട്ട് തെറ്റി. അങ്ങനെ ഞങ്ങളോടൊക്കെ പുതിയാപ്പൾക്ക് ഒപ്പം പോകാൻ വേണ്ടി കുറഞ്ഞ ചില്ലറ ആളുകളെ ഓൻ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ പുതിയാപ്പളുടെ ഒപ്പം പോകാൻ വേണ്ടി ഞങ്ങൾക്കറിയാൻ തെറ്റിയിട്ടുണ്ട്. എന്നാലും ഓൻ്റെ ഒപ്പം പോകണമല്ലോ, നമ്മൾ ചങ്ങായിയല്ലേ. അങ്ങനെ കുറച്ച് ആളുകൾ ഞങ്ങൾ ചെന്നു. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ ആ പെരയിൽ കട്ടൻ ചായ വരെ ഉണ്ടാക്കിയിട്ടില്ല. ഓൻ്റെ ഒപ്പം പുതിയാപ്പള പോകുക. അപ്പോൾ ഞങ്ങളൊക്കെ അടുത്ത് വന്നാട് പറഞ്ഞു, ഇവിടെ എല്ലാത്തിന് ബേജാറ് ആണ്ട, അവിടെ
ചോറും കൂട്ടാനും എല്ലാം ഉണ്ട് കേട്ടോ. മനസ്സിലായില്ല? എനിക്ക് ഈ വരി വായിച്ചപ്പോൾ അതാ ഓർമ്മ വരുന്നത്. അബ്ദുൽ ഖാദറിന്റെ അടുത്തൊന്നും ഇല്ലെങ്കിലും മുഹമ്മദിന്റെ അടുത്ത് എല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങൾ ചങ്ങായിമാർ കുറെ കാര്യം ഇത് പറഞ്ഞു നടന്നിരുന്നു. ഇവിടെ ഇല്ലെങ്കിലും അവിടെ ഉണ്ടാവട്ടോന്ന്. പേര് ഞാൻ പറയണില്ല, പേര് പറഞ്ഞ ഓപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ ഒന്ന് തോന്നണ്ട, തമാശ പറയാ ഞാൻ. പിന്നൊക്കെ നന്നായി, അന്ന് തെറ്റിയിട്ടുണ്ട് വാപ്പിമാനും. അവർ കട്ടൻ ചായ വരെ അതിലുണ്ടാക്കും വാപ്പ വെച്ചില്ല. വാപ്പ ഭയങ്കര ബോൾഡായ ആളാണ്. ചുരുക്കത്തിൽ മനസ്സിലായില്ലേ? ഇതാണ് അബ്ദുൽ ഖാദർ ജിലാന്റെ വാക്ക് പറയുന്നത്. ഇങ്ങനെ എഴുതി അബ്ദുൽ ഖാദിർ മശ്ഹൂർ ബിസ്മിഹി വജദ്ദി മുഹമ്മദുൻ ഐനുൽ ബദറുൽ കമാലി. ഐനുൽ കമാലി നോ ബദറുൽ രണ്ടാലെന്നാണ്. എന്റെ വല്ലിപ്പായ, എന്റെ വല്ലിപ്പ മുഹമ്മദാണ്. ഞാനോ എനിക്ക് പേര് തന്നെ ഉള്ളൂ. അൽ മശ്ഹൂറായ ഒരു അബ്ദുൽ ഖാദർ ജീലാനി അങ്ങനെ പേരൊക്കെ ഉണ്ട്. വല്ലിപ്പയോ ഞാനൊന്നുമല്ല, എന്നെ കൊണ്ടൊന്നും നടക്കൂല. പക്ഷെ എന്റെ വല്ലിപ്പ മുഹമ്മദാണ്. അവർ ബദറുൽ കമാലാണ്, പൂർണ്ണതയുടെ പൂർണ്ണചന്ദ്രനാണ് മുഹമ്മദ്. അവരോട് പറഞ്ഞേ കാര്യമുള്ളൂ. ഇതൊക്കെ അമ്പ്യാക്കൾക്കും അറിയാം. എല്ലാവരും എന്നെ കൊണ്ട് നടക്കൂല, എന്നെ കൊണ്ട് നടക്കൂല എന്ന് പറയുമ്പോൾ അനലഹ അനല അനല, എല്ലാ അമ്പ്യാക്കളും അനല അനല, ഞാനില്ല ഞാനില്ല എന്ന് പറയും. അനലഹ, അതിന് പറ്റിയ ആൾ ഞാൻ തന്നെയാണ്. അപ്പോൾ സുജൂദിൽ വീഴും അള്ളാഹിന്റെ മുന്നിൽ. അപ്പൊ അള്ളാഹു പറയും മുഹമ്മദ് മുഹമ്മദ് നബിയെ അങ്ങ് തലയുയർത്തി നിങ്ങൾ സുജൂദ് കിടക്കണ്ട. കുല്ലുഹും യത്ലുബൂന ലില്ലാഹി വ അന അത്ലുബു ലില്ലാക യാ മുഹമ്മദ്. എല്ലാവർക്കും ഇന്ന് വേണ്ടത് എൻ്റെ സന്തോഷമാണ്, എനിക്ക് വേണ്ടത് അങ്ങയുടെ സന്തോഷമാണ്, താങ്കളുടെ സന്തോഷമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ അങ്ങാണ്. അങ്ങ് ശഫാഅത്ത് ചെയ്താൽ ഏത് ശഫാഅത്തും സ്വീകരിക്കപ്പെടും. ആര് പറയും? അല്ലാഹു പറയും. ആരോട്? പുണ്യ റസൂലിനോട്. ആ ശഫാഅത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതാണ് വസ്സൂലു, അപേക്ഷയും അങ്ങാണ്. അൽ മുഅ്മിന, പ്രതീക്ഷയും അങ്ങാണ്. വഅൻതൽ ഹബീബുൽ മുസ്തഫാ വൽ മുഖറബ്. ബാക്കി അടുത്ത ക്ലാസ്